ഗുഡ് മോർണിംഗ്. എന്താണ് ആർക്കും ഒരു എനർജി ഇല്ലല്ലോ? ക്ലാസ്സൊക്കെ ഭയങ്കരമായിട്ട് ബലൂണൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ആരുടെയും മുഖത്തൊരു സന്തോഷമില്ലല്ലോ. പിള്ളേരെ ഇന്ന് നിങ്ങളുടെ 10th ഫെയർവെല്ലാണ്. നിങ്ങളിങ്ങനെ മൂടി കെട്ടിയിരിക്കാതെ ഈ സ്കൂളിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പഠിച്ച് ഇവിടെ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിങ്ങളുടെ ഒരു ലാസ്റ്റ് ഡേ ആണിന്ന്. ഇനി നിങ്ങളെല്ലാവരും വരുന്നത് പബ്ലിക് എക്സാം എഴുതാനായിരിക്കും അല്ലേ? ഇതെന്താണ് രമ്യൊക്കെ ഇപ്പം കരയെന്നും പറഞ്ഞാണല്ലോ നിൽക്കുന്നത്? കുഞ്ഞുങ്ങളെ നിങ്ങളിങ്ങനെ കരയാതെ. ശരിയാണ്, ഭയങ്കരമായിട്ട് സങ്കടമൊക്കെ വരുന്നൊരു ദിവസമാണ്. ടീച്ചറിൻ്റെ ഒക്കെ ലൈഫിൽ ഇങ്ങനെ തന്നെയായിരുന്നു. ഫെയർവെൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു വലിയ മെമ്മറബിൾ ഡേ തന്നെയായിരിക്കും. ഈ സ്കൂളിൽ രാവിലെ തൊട്ട് വൈകുന്നത് വരെ നിങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത് ഇനിയും പുതിയൊരു സ്കൂളിലേക്ക് ചെല്ലുന്നു. അവിടുത്തെ കൂട്ടുകാരും ഒക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ആവണം. അവിടുത്തെ സ്കൂൾ അറ്റ്മോസ്ഫിയറുമായിട്ട് അഡ്ജസ്റ്റ് ആവണം. അപ്പോൾ ഇവിടെ ഉള്ള ഈ ഒരു ദിവസം നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കും. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോഗ്രാഫൊക്കെ വാങ്ങിച്ചില്ലേ? ശ്രീജയ വാങ്ങിച്ചോ? ഓട്ടോഗ്രാഫൊക്കെ കിട്ടിയോ എല്ലാവരുടെയും കയ്യിൽ നിന്ന്? എന്താ നിങ്ങളെപ്പറ്റി ഞാൻ എന്താ പറയുക? എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള മക്കളാണ് നിങ്ങൾ. ഞാനൊരു ക്ലാസ് ചാർജ് ഏറ്റെടുക്കുന്ന ഫസ്റ്റ് ബാച്ചാണ് നിങ്ങളുടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളെല്ലാവരെയും. അതുപോലെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളുടെ കലോത്സവത്തിൻ്റെ ദിവസങ്ങളും അതിൻ്റെ പ്രാക്ടീസുകളും നിങ്ങൾ ടൂറ് പോയത്. 10th എന്തെല്ലാം മെമ്മറീസാണ് നിങ്ങൾക്ക് അല്ലേ? പഠിത്തം മാത്രമല്ല, എല്ലാവരും പറയും 10th നിങ്ങളുടെ ഒരു ടേണിംഗ് പോയിൻ്റാണ്. നിങ്ങളുടെ ലൈഫിൽ 10th മാർക്കിനെ ഡിപ്പെൻഡ് ചെയ്താണ് നിങ്ങളുടെ ജീവിതമെന്ന്. അങ്ങനെയൊന്നും അല്ല കേട്ടോ, അങ്ങനെയൊന്നുമല്ല. ഇവിടെ നന്നായി പഠിച്ചവരെല്ലാവരും സക്സസ്ഫുൾ ആവണമെന്നും മോശമായിട്ട് പഠിച്ചവരൊക്കെ ജീവിതത്തിൽ തോറ്റു പോകുന്നു അങ്ങനെയൊന്നുമല്ല. എല്ലാവരും നന്നായി പഠിക്കണം, നല്ല നല്ല കോഴ്സുകളൊക്കെ തിരഞ്ഞെടുത്ത് നല്ല നിലയിൽ പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ സമ്പാദിച്ച് സ്വന്തം കാലിൽ നിൽക്കണം. നിങ്ങളെല്ലാവരും വരില്ലേ? ടീച്ചറിനെ കാണാൻ ഇടയ്ക്ക് വരില്ലേ? നിങ്ങൾ കരഞ്ഞ് എന്നെയും കൂടെ കരയിപ്പിക്കുമോ പിള്ളേരെ? ഇതെന്താ ഇത്? ടീച്ചറിൻ്റെ സമ്മാനമോ? കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഒന്ന് ഓർത്തിരിക്കാൻ എനിക്ക് ഇതുപോലൊരു വലിയ സമ്മാനപ്പൊതിയുടെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ തന്നെ എനിക്ക് ഒരുപാട് നല്ല മെമ്മറീസും ഒക്കെ തന്നിട്ടുണ്ട്. എന്തായാലും താങ്ക്സ്. എൻ്റെ മക്കളെല്ലാവരും നന്നായിട്ട് പഠിച്ച് പബ്ലിക് എക്സാമൊക്കെ നന്നായിട്ട് വന്ന് എഴുതുക. അതുപോലെ ഇവിടെ നിന്ന് പോയാലും ടീച്ചറിനെ കാണാൻ ഇടയ്ക്ക് വരണം കേട്ടോ. സ്കൂളിലോട്ടൊക്കെ ഇടയ്ക്ക് വരണം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.